അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ നെയ് തെഹസീബ് അക്ബർ അലഹബാദിയുടെ നെയ് തെഹസീബ് എന്ന പാഠത്തിൻ്റെ ബാക്കി നമുക്കൊന്ന് നോക്കാം. ഹമാരി ഇസ്തിലാഹോं से ज़ुबान न आशना होगी, लुगात मग़रिबी बाज़ार की भाका से ज़म होंगे, किसी को इस तग़य्युर का न हिस होगी न गम होगा, हुए जिस साज से पैदा उसी के ज़ेरो बम होंगे, तुम्हें इस इंक़िलाबे दहर का क्या गम है ए अकबर, बहुत नज़दीक है वो दिन कि तुम होंगे न हम होंगे. ഇത്രയും ഭാഗമാണ് ഇന്ന് നമ്മൾക്ക് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ശറഹ് വിശദീകരണം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ പറയാണ്, ഹമാരി ഇസ്തിലാഹോं से ज़बान न आशना होगी, लुगात मग़रिबी बाज़ार की भाका से ज़म होंगे. നമ്മുടെ ഇസ്തിലാഹുകൾ, നമ്മുടെ പ്രയോഗങ്ങളെല്ലാം നമ്മുടെ ഭാഷയ്ക്ക് തന്നെ അന്യമായി പോകുന്ന, അത് ആശിന അപരിചിതമായി തീരുന്ന, പരിചിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. ലുഗാത്തെ മഗരിബി, അങ്ങനെ പാശ്ചാത്യ ഭാഷകൾ, ബാസാർ കി ഭാക്കാസെ, ഭാക്ക എന്ന് പറഞ്ഞാൽ അതും ഭാഷ എന്നതിന് പകരം ഉപയോഗിച്ചതാണ്. ഭാഷ എന്ന് പറയാൻ കഴിയാതെ ഭാക്ക എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ വരും എന്നതിലേക്കുള്ളൊരു സൂചനയാണത്. ലുഗാത്തെ മഗരിബി, പാശ്ചാത്യ ഭാഷകൾ, ബാസാർ കി ഭാക്കാസെ, ഇന്ത്യയിലെ അങ്ങാടിയിലെ ഭാഷകളോട്, അങ്ങാടിയിൽ ജീവിക്കുന്നവരുടെ ഭാഷകളോട് സം ഹോങ്കെ, അത് കൂടിച്ചേരുകയും ചെയ്യും. शायर कहता है कि अंग्रेज़ी तहज़ीब की नकल में लोग अपनी ज़ुबान की खूबसूरत इस्तिलाहों को भूल जाएंगे. തൻ്റെ മാതൃഭാഷയുടെ ഇസ്തിലാഹുകളെ പോലും അവർ മറന്നുപോകും. और उनकी ज़ुबान पर अंग्रेज़ अल्फाज छिड़ जाएंगे. അവരുടെ സംസാരങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകൾ കയറിക്കൂടുകയും ചെയ്യും. और लोग अंग्रेज़ ज़ुबान में बात करने में फ़ख्र महसूस करेंगे. ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു അഭിമാനമായി കാണുകയും, और अगर पूरी तरह अंग्रेज़ी नहीं बोल पाएंगे तो उर्दू और अंग्रेज़ी मिलाकर कचड़ी ज़ुबान में बातचीत करने लगेंगे. ഇനി പൂർണ്ണമായും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയാത്തവർ, അവർ ചിലയിടങ്ങളിലെല്ലാം ഉറുദുവും മറ്റു ചിലയിടങ്ങളിൽ ഇംഗ്ലീഷ് അറിയുന്നിടത്ത് ഇംഗ്ലീഷും പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സങ്കര ഭാഷയായിട്ട്, ഒന്നുമല്ലാത്ത ഒരു രണ്ടിലും പെടാത്ത ഒരു ഭാഷ അവർ സംസാരിക്കുകയും ചെയ്യും. यानी न वो अपनी ज़ुबान ही से पूरी तरह वाकिफ़ होंगे न पूरी तरह अंग्रेज़ी ही बोल पाएंगे. അവർക്ക് പൂർണ്ണമായും സ്വന്തം മാതൃഭാഷയും പറയാൻ കഴിയില്ല, എന്നാൽ ഇംഗ്ലീഷ് ഭാഷയും അവർക്ക് പറയാൻ കഴിയില്ല. അങ്ങനൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്യും. മഗർ ഉൻഹെ ഇസ് ബാത് കാ അഫ്സോസ് ഭി നഹി, പക്ഷേ മാതൃഭാഷ എനിക്കറിയില്ലല്ലോ എന്ന വിഷയത്തിൽ അവർക്ക് ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല. ഹമാരി ഇസ്തിലാഹോं से ज़ुबान न आशना होगी, लुगात मग़रिबी बाज़ार की भाका से ज़म होंगे. इन्हीं അടുത്ത വരി, किसी को इस तग़य्युर का न हिस होगा न गम होगा, हुए जिस साज से पैदा उसी के ज़ेर बम होंगे. അതിൻ്റെ ഇടയിൽ നമ്മളൊരു വരി വിട്ടുപോയിട്ടുണ്ട്. बदल जाएगा मेयारे शराफत चश्मे दुनिया में, ज़ियादा थे जो अपने ज़ाम में वो सब से कम होंगे. बदल जाएगा मेयारे शराफत चश्मे दुनिया में, बदल जाएगा मेयारे शराफത്ത്, മാന്യതയുടെ അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ മാനദണ്ഡമായി നമ്മൾ പരിഗണിച്ചതെന്തെല്ലാം ഉണ്ടായിരുന്നോ ആ മാനദണ്ഡങ്ങളെല്ലാം വരും കാലത്ത് മാറിപ്പോകും, അതെല്ലാം മാറിമറിയും. ബദൽ ജായക മെയ്യാറെ ഷറാഫത്ത് ചഷ്മ ദുന്യാമേ, ഭൂമുഖത്ത്, ചഷ്മ ദുന്യാമേ, ഭൂമുഖത്ത്, മെയ്യാറെ ഷറാഫത്ത്, ബഹുമാനത്തിൻ്റെ മാനദണ്ഡങ്ങൾ, അതിൻ്റെ അളവുകോലുകൾ, ബദൽ ജായക മാറും. സിയാദാ ഥാ ജോ അപ്നെ സാം മേ വോ സബ് സെ കം ഹോംഗെ, സിയാദാ ഥാ जो अपने ज़ाम में जो ज़ियादा था,
തൻ്റെ വാദത്തിൽ അഥവാ ഇന്ന് മഹാനായ അക്ബർ അലഹബാദി പറയുന്ന ആ കാലഘട്ടത്തിൽ അന്ന് ആരാണോ വലിയ ബഹുമാന്യർ, വലിയ അന്തസ്സുള്ള ആളുകൾ എന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത്, അങ്ങനെ സിയാദ താ ജോ അപ്നെ സാമമേ, തൻ്റെ വാദത്ത് ആ കാലത്തിലുള്ള ആളുകളുടെ വാദത്തിൽ ആരാണോ ബഹുമാനം കൂടുതലുള്ളവർ, ബഹുമതി കൂടുതലുള്ളവർ, ഷറാഫത്ത് അധികമുള്ളവർ, അവർ വോ സബ്സെ കം ഹോങ്കെ, വരും കാലത്ത് അവരായിരിക്കും പ്രതാപം തീരെയില്ലാത്തവർ, ബഹുമതി തീരെയില്ലാത്തവർ അവരായിത്തീരും. ज़ियादा था जो अपने ज़ाम में वो सबसे कम होंगे. शायर कहता है, അതിൻ്റെ ഷറഹം നോക്കൂ. शायर कहता है कि आने वाले ज़माने में रहन सहन, तौर तरीक़े और ज़ुबान ही नहीं बदलेगी, बल्कि शराफ़त का मेयार भी बदल जाएगा. വരും കാലത്ത് ഇവിടുത്തെ ജീവിതശൈലിയും ഭാഷയിലും മാത്രമല്ല മാറ്റം വരാൻ പോകുന്നത്, മറിച്ച് ഇവിടുത്തെ ബഹുമതിയുടെ അളവുകോലിൽ, അതിൻ്റെ മാനദണ്ഡത്തിൽ പോലും ഇനി മാറ്റം വരാൻ സാധ്യതയുണ്ട്. മസലൻ സച്ചായി, ഇഖ്ലാസ്, ഈസാർ, ഹംദർദി और मोहब्बत जैसी खूबियाँ जो हमारे समाज में शराफत की अलामत समझी जाती हैं. നമ്മുടെ സമുദായത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും മറ്റുള്ളവരെ തന്നേക്കാൾ തിരഞ്ഞെടുക്കുന്നതും തന്നേക്കാൾ നന്മയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതും പരസ്പര സ്നേഹവും പരസ്പര സഹാനുഭൂതിയും എല്ലാം നമ്മൾ നന്മയായി കാണുന്നുവെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു ബഹുമാനത്തിൻ്റെ, ഒരു മാന്യതയുടെ അടയാളമായി കാണുന്നുവെങ്കിൽ ആനെ വാലെ സമാനേമേ, വരും കാലത്ത് ലോഗ് ഉൻ ഹോബിയോം കോ ഭുലാ ദേങ്കെ, ഇത്തരത്തിലുള്ള നന്മകളെയും ജനങ്ങൾ മറന്നുകളയും. ഓർ മഗ്രിബ് കെ ലോഗോं की तरह, പിന്നീട് പാശ്ചാത്യരുടെ പോലെ സിർഫ് അപ്നെ ഫായിദെ ഓർ നുക്സാൻ സെ താല്ലുഖ് രഖേംഗെ, വെറും സ്വന്തത്തിൻ്റെ സ്വശരീരത്തിന് ഗുണകരമായി തോന്നുന്ന കാര്യങ്ങൾ, തനിക്ക് ലാഭകരമായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അതുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിക്കുന്ന, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു സമുദായമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓർ ആ ജിൻ ലോഗോं की शराफत की मिसालें दी जाती हैं. ഇന്ന് നമ്മൾ വലിയ അത്യുന്നതരായിട്ട്, ബഹുമാനമുള്ളവരായിട്ട്, വലിയ ഡീസൻ്റായിട്ട് നമ്മൾ ആരെയൊക്കെ അതിന് ഉദാഹരണമായി പറയുന്നു, ജിൻകി ജിന്ദഗിയോं को കാബിലെ തക്ലീദ് സംജാ ജാത്താ ഹെ, ആരുടെയൊക്കെ ജീവിതത്തെയാണോ നമ്മൾ പിൻപറ്റാൻ അർഹമായത്, അവരെ പിന്തുടരേണ്ടത് എന്ന് മനസ്സിലാകുന്ന ആരുടെയൊക്കെ ജീവിതങ്ങളുണ്ടോ, കൽ ഉൻകി കോയി ഖദറോ മൻസിലത് നഹി ഹോഗി, നാളെ അവർക്ക് ഒരു സ്ഥാനവും സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. ഇനി അടുത്ത വരി, കിസി കോ ഇസ് തഗയ്യുർ കാ നഹിസ് ഹോഗ നഗം ഹോഗ, ഇങ്ങനെ ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും കിസി കോ ഇസ് തഗയ്യുർ കാ നഹിസ് ഹോഗ നഗം ഹോഗ, ഇത്തരത്തിൽ വന്ന മാറ്റങ്ങൾ ആർക്കും തന്നെ ഒരു ബോധം, ഒരു അറിവ്, ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജ്ഞാനം, ഒരറിവ് പോലും അവർക്കുണ്ടാവുകയില്ല. ഹുയേ ജിസ് സാസ് സെ പേദാ ഉസീ കെ സേർ ബം ഹോങ്കെ, അവർ ജനിച്ചു വീഴുന്നത് തന്നെ പാശ്ചാത്യ സംസ്കാരത്തിൽ അലിഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഹുയേ ജിസ് സാസ് സെ പേദാ ഹുയേ, അവർ ഇനി ഭാവിയിൽ ജനിക്കാൻ പോകുന്ന ഈ ഇന്ത്യയിലെ മനുഷ്യർ, ജിസ് സാസ് സെ പേദാ, എന്തൊരു സാധന സാമഗ്രികളുമായിട്ടാണോ അവർ ജനിച്ചു വീണത്, ജിസ് സാസ് സെ പേദാ ഹുയേ, സാസ് എന്ന് പറഞ്ഞാൽ സാമാൻ, സാസോ സാമാൻ രണ്ടും കൂട്ടി പറയാറുണ്ട്. ജിസ് സാസ് സെ പേദ, എന്തൊരു വസ്തുക്കളുമായിട്ടാണ്, എന്തൊരു മെറ്റീരിയലുമായിട്ടാണോ അവർ ജനിച്ചു വീണത്, ഉസീ കെ സേറോ ബം ഹോങ്കെ, അതിൻ്റെ സേറോ ബം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗവും താഴ്ഭാഗവും എന്നാണ് അർത്ഥം. അഥവാ ആ വസ്തുവിൻ്റെ തന്നെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇവനായി മാറും. അഥവാ അതിൻ്റെ വലതും ഇടതും എല്ലാം ഇവൻ തന്നെ അതിൽ പൂർണ്ണമായും ലയിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനായ, അതിൻ്റെ ഒരു സപ്പോർട്ടറായിട്ട് തീരും, അതിൻ്റെ ഒരു വക്താവായിട്ട് ഇവൻ ആയി മാറും. ये जिस साज से पैदा उसी के ज़ेर बम होंगे. शायर कहता है,
ഇവിടെ പറയാണ് कवि പറയാണ് कि अंग्रेज़ी तहज़ीब हमारे समाज में और आम लोगों में इस तरह सरायत कर जाएगी. നമ്മുടെ സമുദായത്തിൽ ഇത്രമാത്രം അതിന് വ്യാപ്തി ലഭിക്കും, അത് പരന്നു കിടക്കും. കെ ഇസ് ബാത് കാ എഹ്സാസ് തക് നഹീ ഹോഗ, ഈ കാര്യം അറിയുക പോലുമില്ല. കെ ഹം കൈസി 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 ബേഷ് ഖീമത്ത് ഖദറോं को भुला बैठे हैं. നമ്മൾ എത്രമാത്രം മൂല്യവത്തായ പല മഹത്തായ കാര്യങ്ങളെയാണ് നമ്മൾ മറന്നിരിക്കുന്നത്. ക്യൂങ്കെ ഉन्होंने तो जब से आँखें खोले हैं यही सारी चीज़ें देखी हैं. അവന് ഇതിനെക്കുറിച്ചൊരു ബോധമില്ല, ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ്? അവൻ എന്ന് മുതലാണോ കൺ തുറന്നിട്ടുള്ളത്, അവന് അന്ന് മുതൽ കാണുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ മാത്രമാണ്. ഉन्हें हिंदुस्तानी तहज़ीब के बारे में किसी ने बताया ही नहीं है. അവന് ഇന്ത്യയുടെ സംസ്കൃതിയെക്കുറിച്ച്, ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് ആരും തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവന് തീരെ അറിയുകയുമില്ല. अपने घरों में उन्होंने अंग्रेज़ी तहज़ीब देखी है. തൻ്റെ വീട്ടിലും അവൻ ഈ ഇംഗ്ലീഷുകാരുടെ, ബ്രിട്ടീഷുകാരുടെ സംസ്കാരം തന്നെയാണ് അവൻ കണ്ടിട്ടുള്ളത്. ലിഹാസ വഹി ബാത്തെ ഉൻകി ശഖ്സിയത്ത് കാ ഹിസ്സ ബൻ ഗയി ഹെ. അതുകൊണ്ട് തന്നെ ഈ സംസാരങ്ങൾ അവൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗവുമായി തീർന്നിരിക്കുന്നു. ഇനി അവസാനം കവിത കൺക്ലൂഡ് ചെയ്യാണ്. तुम्हें इस इनकलाब दहर का क्या गम है ए अकबर, बहुत नज़दीक है वो दिन के तुम होगे न हम होंगे. എന്നിട്ട് പറയാണ്, तुम्हें इस इनकलाब दहर का क्या गम है, നിങ്ങൾക്ക് അക്ബർ തന്നോട് സ്വശരീരത്തോട് ചൂണ്ടിയിട്ട് പറയാണ്, തുമേ ഇസ് ഇൻകലാബ ദഹർ കാ ക്യാ ഗം ഹെ, നിങ്ങൾക്ക് ഈ കാലം കൊണ്ടുവന്ന ഈ വിപ്ലവത്തിൽ എന്ത് ദുഃഖമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇസ് ഇൻകലാബ ദഹർ കാ, ഈ കാലത്തിൻ്റെ ഈ വിപ്ലവത്തിന് ക്യാ ഗം ഹെ, എന്ത് ദുഃഖമാണ്, എന്ത് സങ്കടമാണ്, എന്ത് ടെൻഷനാണ് നിങ്ങൾക്കുള്ളത്. അക്ബറെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ടെൻഷന്, നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം ദുഃഖം? കാരണം നിങ്ങളിങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല. ബഹുത് നസ്ദീക്ക് ഹേ വോ ദിൻ, ആ ദിവസം വളരെ അടുത്തതല്ലേ. ബഹുത് നസ്ദീക്ക് ഹേ വോ ദിൻ, ആ ദിവസം വളരെ അടുത്തതാണ്. നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത എന്നാണ് അർത്ഥം. ബഹുത് നസ്ദീക്ക് ഹേ വോ ദിൻ, ആ ദിവസം വളരെ അടുത്ത് വന്നിരിക്കുന്നു. കെ തും ഹോഗെ ന ഹം ഹോങ്കെ, നീയും നാം എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ജനങ്ങൾ. അപ്പോൾ നീയും നമ്മളും ഒന്നുമില്ലാതായി പോകുന്ന, നമ്മളെല്ലാം മണ്ണിനടിയിലേക്കെത്തുന്ന ആ സമയം അടുത്തിരിക്കുന്നു. നാമെല്ലാം മരിക്കാൻ അടുത്തിരിക്കുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ വരും കാലത്തെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, സങ്കടപ്പെടുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞു നിർത്തുകയാണ്. നസ്ം കെ ആഖിർ മേ ഷായർ കഹ്താ ഹൈ കി യേ ഇൻഖിലാബ് തോ റോനുമാ ഹോംഗെ, സമാജ് മേ യേ തബ്ദീലിയാ ജറൂർ ഹോംഗി. അപ്പോൾ ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കും, അത് പ്രത്യക്ഷപ്പെടും. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇസ്ലിയെ ഉൻ പർ അഫ്സോസ് കർണേസെ കോയി ഫായിദ നഹി, പക്ഷേ ഇതിൻ്റെ കാരണത്താൽ നിങ്ങൾ ദുഃഖിക്കുകയാണെങ്കിൽ അതിലൊരു ഉപകാരവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. अब तो नई नस्ल को ये सब तब्दीलियाँ देखना और उनके साथ जीना है. പുതിയ തലമുറയ്ക്ക് ഈ മാറ്റങ്ങളെല്ലാം കാണുകയും അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും വേണം, അതിൻ്റെ കൂടെ ജീവിക്കുകയും വേണം. ക്യൂങ്കെ വോ വക്ത് ദോർ നഹി, കാരണം നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ക്യൂങ്കെ വോ വക്ത് ദൂർ നഹി ഹെ, ആ സമയം അകലെയല്ല, വളരെ ദൂരെയല്ല. ജബ് ഉൻ തബ്ദീലിയോं को देखने और उन पर खड़ने के लिए ഹം ഓർ തും ജിന്ദാ ഹി നഹി രഹേംഗെ, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാനും ആ മാറ്റത്തിൽ ജീവിക്കാനും നാമും നിങ്ങളും ജീവനോടെ തന്നെ ഉണ്ടാവുകയില്ല. ആ കാലം വളരെ അടുത്തിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ പാഠത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള അന്ദാസെ ബയാൻ. तंज़ो मिज़ाहिया शायरी में अकबर इलाहाबादी का मर्तब बहुत बुलंद है. സാഹിത്യത്തിൽ നർമ്മങ്ങൾ കലർത്തിയിട്ട് തമാശ രൂപേണയുള്ള കവിത എഴുത്ത് അതിൽ വളരെ പ്രസക്തമാണ്
അക്ബർ അലഹബാദിയുടെ കവിതകൾ. अकबर की शायरी बड़ी दिलचस्प है, വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. वो समाज की खराबियों को दिलचस्प अंदाज में उभारते हैं. वह मामूली और बेज़ाहिर भद्दे अल्फाज को खूबसूरत और फनकाराना अंदाज में इस्तेमाल करते हैं. അദ്ദേഹം സാധാരണ വളരെ വികൃതമായി തോന്നുന്ന വാക്കുകൾ വളരെ രസകരമായ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അങ്ങേയറ്റത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ദാസെ ബയാൻ എന്നുള്ള ഒരു കോളത്തിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇഖ്തിതാമി സവാലാത്ത്, ഇതിൻ്റെ അവസാനത്തിലുള്ള ഇഖ്തിതാമി സവാലാത്ത് എഴുതലാണ്. 5 വരികളുണ്ട്, ആ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ ഈ പാഠം അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.